ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ റബ്ബർ വില കൂടുന്നത് യാദർച്ഛികമല്ല. അതിനാൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആശ്വാസം. വില വീണ്ടും 250 അടുക്കുന്നു. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആവേശം പകരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതെ, വീണ്ടും റബ്ബർ വില 250 അടുക്കുന്നു. നിലവിൽ റബ്ബർ ബോർഡിന്റെ വിലയനുസരിച്ച് RSS 4 ഗ്രേഡിന് 243 രൂപയാണ് ഈടാക്കുന്നത്. RSS 5ന് 239 രൂപയുമുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ വില 250 കടന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് കർഷകർ. നിലവിൽ ചരക്ക് ക്ഷാമം രൂക്ഷമാണ്. അതിനാൽ തന്നെ പലയിടങ്ങളിലും ടയർ കമ്പനികൾ വ്യാപാരികൾ വഴി ഇതിലും കൂടിയ നിരക്കിലാണ് ഇപ്പോൾ റബ്ബറുകൾ ശേഖരിക്കുന്നത്. രാജ്യാന്തര റബ്ബർ വില ആഭ്യന്തര നിരക്കിനേക്കാൾ 22 രൂപ കൂടുതലാണ്. അതിനാൽ തന്നെ ഇറക്കുമതി വർദ്ധിപ്പിച്ച് ആഭ്യന്തര വില താഴ്ത്തുകയെന്ന സമ്മർദ്ദതന്ത്രം ഫലിച്ചേക്കില്ല. തായ്ലൻഡിലും മലേഷ്യയിലും ഇത്തവണ റബ്ബർ ഉൽപാദനത്തിൽ വലിയ കുറവാണ് സംഭവിച്ചത്. ആഗോളതലത്തിൽ ആവശ്യമായത്ര റബ്ബർ വിപണിയിലേക്ക് എത്തിക്കാൻ പ്രധാന ഉൽപാദന രാജ്യങ്ങൾക്ക് സാധിച്ചേക്കില്ല എന്നാണ് അതിലൂടെ കണക്കാക്കാൻ പറ്റുക. അതായത് ഉൽപാദനം കുറഞ്ഞത്, സ്റ്റോക്ക് ഷീറ്റുകൾ ഇല്ലാത്തതും കാരണം കർഷകർക്ക് നിലവിലെ ഈ റെക്കോർഡ് വില വർധനവിൽ യാതൊരു നേട്ടവും ലഭിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. കൃഷി ചെലവുകൾ ഉയരുകയും വരുമാനം അനിശ്ചിതമാവുകയും ചെയ്ത സാഹചര്യത്തിൽ കർഷകർ കൂടുതൽ ബാധ്യതയിലാവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും കടുത്ത വേനൽ തുടരുന്നതിനാൽ 1 മാസം കൂടി ഉൽപാദനം നാമമാത്രമായിരിക്കും പലയിടങ്ങളിലും. വേനൽ മഴ നന്നായി ലഭിക്കാതെ കർഷകർ ടാപ്പിംഗ് പുനരാരംഭിക്കില്ല. ഷീറ്റിന്റെ തോതിൽ ക്രംബിനും ഒട്ടുപാലിനും വില മെച്ചപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ വിലവർധനയും ആഭ്യന്തര ഉൽപാദനക്കുറവും കൊണ്ടാണ് നിലവിലെ വിലമെച്ചത്തിന് കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ വില കൂടുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ വ്യാപാരികൾ കാര്യമായി ചരക്ക് സൂക്ഷിക്കുന്ന പതിവുണ്ട്. എന്നാൽ കർഷകരുടെ കൈവശം വേണ്ടത്ര സ്റ്റോക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കാര്യമായ നേട്ടമില്ല ഇവിടെ. ഇതുമാത്രമല്ല, ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ റബ്ബർ വില കൂടുന്നതും യാദൃച്ഛികമല്ല. മുമ്പും ഇത്തരത്തിൽ ക്രൂഡ് വില കയറ്റത്തോടനുബന്ധിച്ച് റബ്ബർ വില കൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.